ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത്യാവശ്യം വലിയ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു മീൻ കറി. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മീൻ പൊരിക്കലാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി. ഇനി നമുക്ക് പൊടികളെല്ലാം കൂടി മീനിൽ തേച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ രണ്ട് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. രണ്ട് സൈഡിലും ഒരുപോലെ മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായ KFC റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് തീർച്ചയായും കാണണേ. നമ്മളെ നാട്ടിലൊക്കെ ഈ മീനിനെ നങ്ക് എന്നാണ് പറയുന്നത്. ചിലവർ മാന്തൽ എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളൊക്കെ എന്താണ് ഈ മീനിൻ്റെ പേര് പറയുക? ഈ മീനിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ. അതുപോലെ ആവോലിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനുണ്ട്. അതിന് എന്താന്ന് പറയല്, ഞങ്ങളിവിടെ അടവ് എന്നാണ് പറയൽ. അതിൽ ചെയ്താലും നല്ല രുചിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. നാടൻ രീതിയിലുള്ള കറിക്കെല്ലാം വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിൽ ഓരോരോ മീനുമായി എടുത്ത് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മസാലയും അതിൻ്റെ മുകളിൽ നല്ലോണം തേച്ച് കൊടുക്കാം. ഈ കറി ഞാൻ അധികവും കഴിച്ചിട്ടുള്ളത് ഈ മീനിലും പിന്നെ ആവോലി എന്ന് പറഞ്ഞിട്ടുള്ള മീനിലുമാണ് കഴിച്ചത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പം കൂടുതലും ഹോട്ടലിൽ നമ്മൾ ഓർഡർ ചെയ്യലും ഈ കറിയാണ്. ഇത് പത്തിനും പിന്നെ പത്തിരി, ഒറോട്ടി, പിന്നെ നൂൽപുട്ട്, നീർദോശ, ഇതിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കറിയാണ്. പിന്നെ പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എന്നാലും കൂടുതലും ചേരൽ അരിഭക്ഷണത്തിനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണല്ലോ. നമ്മളെ മീനെല്ലാം പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റി വെക്കാം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഷെയറും ലൈക്കും കമൻസും കൂടി എനിക്ക് തരണം. ഇനി ഇതിൽ ബാക്കി വന്ന എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് വരുന്നത്. നമ്മൾ രണ്ടാമത് ചൂടാക്കുന്നൊന്നുമില്ല. ഇത് അതേ ചൂടിൽ തന്നെയാണ് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവയൊക്കെ പൊട്ടിക്കുന്നത്. ഉലുവയൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇടുക. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തത്. അത് ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റുക. നല്ലോണം വഴയൊന്നും വേണ്ട. കുറച്ച് 1-2 മിനിറ്റ് ഒന്ന് വഴന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പോളം കാണും. ഒരു വലിയ സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഏകദേശം വഴന്ന് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇപ്പം ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്തോ, വലുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. പിന്നെ നമ്മൾ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, തക്കാളിയാണ് മെയിനായിട്ട് പുളി തരുന്നത്. അതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റുക. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വരണം. നന്നായി ഉടച്ചു കൊടുക്കാം. നമ്മൾ കയ്യിലോണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി അധികം ഇടുന്നില്ല. മല്ലിപ്പൊടി ഇട്ട് ഒരു 2 ടീസ്പൂൺ എരിവുള്ളതും എരിവില്ലാത്തതും രണ്ടും കൂടി മിക്സാക്കിയ മുളക് പൊടിയാണ് എൻ്റെത്. എരിവ് മാത്രം ഉള്ള മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം ആ പൊടികളും തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം റെഡിയാണോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഇപ്പം കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1/4 ഭാഗം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 5 ടേബിൾ സ്പൂൺ നിറയെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് അതിൽ ഇളം ചൂടുവെള്ളത്തിൽ കട്ടിയായി കലക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചത്. തേങ്ങയാണ് ഉപയോഗിക്കുന്നവർക്ക് വലിയ പച്ച തേങ്ങയൊക്കെ ആകുമ്പോൾ ഒരു തേങ്ങ മതിയാവും. അല്ലാത്ത ഇടത്തരം തേങ്ങയാവുമ്പോൾ ഒരു 1.5 തേങ്ങേൻ്റെ കട്ടി തേങ്ങാപ്പാൽ എടുത്താൽ മതി. മാഗീൻ്റെ പൊടിയെ എനിക്ക് ഇഷ്ടമില്ല, വേറൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. മാഗീൻ്റെ നല്ല ടേസ്റ്റാണ് കറി ഉണ്ടാക്കിയാൽ. ഇതിനിടയിൽ ഞാനൊരു 2 സ്പൂണും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു കട്ടി കിട്ടും ചാറിന്. അതുപോലെ തന്നെ വേറെ ഒരു ടേസ്റ്റും ആയിരിക്കും കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് കലക്കി ഒഴിച്ചാൽ. ഇനി ഇത് കുറുകുന്നതിനനുസരിച്ച് നമുക്ക് എത്ര കട്ടിയാണ് വേണ്ടത്, നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ കട്ടിയായിരിക്കില്ലേ ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറുകുന്നതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കട്ടിയിൽ ആക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്കതിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നെല്ലാം നോക്കാം. അതിന് എരിവിന് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ശേഷം അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കാം. സൈഡിൽ നിന്ന് ചാറൊക്കെ മീനിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് പാത്രത്തോടെ തന്നെ മീൻ ഇളക്കി കൊടുത്ത് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മളെ കറീൻ്റെ ടേസ്റ്റ് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ നേരത്തെ മുറിച്ച് ബാക്കി വന്ന പച്ചമുളകും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. ഇതിപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസിലൂടെ റിപ്ലൈ തരണം. ഇതിന് തേങ്ങാപ്പാലിൻ്റെയും മീനിൻ്റെയൊക്കെ കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ.